ഹലോ. അപ്പോൾ ദാ ഇന്ന് നമുക്കൊരു ചൂരമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് തേങ്ങാപ്പാൽ ചേർത്ത് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മീനിനെയൊക്കെ നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇതാ കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ വെളുത്തുള്ളി, ഒരു 5 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് വേണ്ട ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 2-2.5 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ലേശം വെള്ളം ഒഴിച്ച് ആ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ബാലൻസ് ഇരിക്കുന്ന വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് മസാല എല്ലാം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 4 കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മീനിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മീനെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ഇതാ ഒരു അരമുറി തേങ്ങയുടെ പാലും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അത് ഇറക്കി വെക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കരിവേപ്പിലയും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസും നമ്മുടെ കറികളും ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.